കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമേറിയ നാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ അനുഗ്രഹീതവും വിലയേറിയതുമായ ഈ പ്രഭാതത്തിൽ പ്രഭാത ചിന്തയ്ക്കായി കാത്തിരിക്കുന്ന എൻ്റെ എല്ലാ മാന്യ മിത്രങ്ങളോടും എനിക്ക് ഒരു അപേക്ഷയുണ്ട്. നിങ്ങൾ ദയവായിട്ട് യൂട്യൂബിൽ കൂടെയാണ് എൻ്റെ ഈ മെസ്സേജ് കേൾക്കുന്നതെങ്കിൽ അത് ലൈക്ക് ചെയ്യുക. അപ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ചെയ്യാത്തവരാണെങ്കിൽ, ചെയ്തവരോടല്ല, അപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. 2, നിങ്ങൾ ഫേസ്ബുക്കിലാണെങ്കിൽ ഇത് തന്നെ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അതിനകത്ത് അറിയിക്കുക. അത് യൂട്യൂബിലും അറിയിക്കുക, ഷെയർ ചെയ്യുക. ഇത് ചെയ്താൽ ഒരുപാട് പ്രയോജനങ്ങൾ അത് ഉണ്ടാകുവാൻ ഇടയുണ്ട്. അപ്പം അതുകൊണ്ട് നിങ്ങൾ ആ കാര്യം ശ്രദ്ധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ പ്രഭാതത്തിൽ പ്രഭാത ചിന്തകൾക്കായി ദൈവസന്നിധിയിൽ വളരെ ആവലോടെ കാത്തിരിക്കുന്ന എല്ലാ മിത്രങ്ങൾക്കും ഒരു നല്ല പ്രഭാതം നേർന്നുകൊണ്ട് നമ്മുടെ പ്രഭാത ചിന്തയിലേക്ക് പ്രവേശിക്കുകയാണ്. പുതിയ നിയമ ശുശ്രൂഷയുടെ 18ാമത്തെ ഭാഗത്തേക്ക് നാം എത്തപ്പെട്ട് നിൽക്കുമ്പോൾ ഇടയ ശുശ്രൂഷയുടെ 4ാമത്തെ പോയിൻ്റാണ് ഈ പ്രഭാതത്തിൽ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. അതിൽ 4ാമത്തെ പോയിൻ്റ് കാക്കുക, പ്രൊട്ടക്റ്റ് എന്നൊരു പദമാണ്. ഒരപകടത്തിൽ നിന്ന് രക്ഷിക്കുന്നത് പോലെ തന്നെയാണ് ഒരിടയൻ്റെ ഉത്തരവാദിത്വം ദൈവസഭയിലുള്ള ജനങ്ങളെ കാക്കുക എന്ന് പറയുന്നത്. പ്രവൃത്തികളുടെ പുസ്തകം 20-ാം അധ്യായം 28-29 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവം സ്വന്തം രക്തത്താൽ സമ്പാദിച്ച സഭയെ മേയ്പ്പാൻ കടുത്ത ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും. ഇത് ഞാനൊന്ന് മുറിച്ചാണ് ഈ വാക്യം വായിച്ചിരിക്കുന്നത്. ഈ 28-29 വാക്യങ്ങളിൽ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന പദം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അവിടെ എഴുതിയിരിക്കുന്നത് തൻ്റെ സ്വന്തം രക്തത്താൽ സമ്പാദിച്ച സഭയെ മേയ്പ്പാനാണ് ഒരിടയനെ ആക്കി വച്ചിരിക്കുന്നത്. എന്തിനാണ് ഒരിടയനെ അങ്ങനെ ആക്കി വെക്കുവാൻ കാരണം? അവിടെ എഴുതിയിരിക്കുന്നു കടുത്ത ചെന്നായ്ക്കൾ. ഇതാരെയാണ് ഉദ്ദേശിക്കുന്നത്? അക്ഷരീയമായി കുറെ ചെന്നായ്ക്കൾ അവിടെ കടന്നു വരും എന്നല്ല അതിൻ്റെ അർത്ഥം. പിന്നെ തെറ്റായ ഉപദേശം, പാപം, പിശാചിൻ്റെ തന്ത്രങ്ങൾ, ഇതിൽ നിന്ന് സഭയെ കാക്കേണ്ട ഉത്തരവാദിത്തം ഒരു ഇടയൻ്റേതാണ്. ഒരു ഇടയനെ സംബന്ധിച്ചിടത്തോളം ദൈവസഭയുടെ അകത്ത് തെറ്റായ ഉപദേശങ്ങൾ പഠിപ്പിക്കുവാനോ അങ്ങനെ പഠിപ്പിക്കുന്നവർ കടന്നു വരാനോ അനുവദിക്കരുത്. ധാരാളം ദുരുപദേശങ്ങൾ എഴുന്നേറ്റുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമുക്കറിയാം, പുതിയ നിയമത്തിൽ പൗലോസിൻ്റെ കാലഘട്ടത്തിലും യേശുവിൻ്റെ കാലഘട്ടത്തിലുമൊക്കെ ഒരുപാട് ദുരുപദേശകന്മാർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എഫേസ്യ ലേഖനത്തിൽ നാം വായിക്കുന്ന ഉപദേശങ്ങളുടെ ഓരോ കാറ്റിനാൽ ഞാനും നിങ്ങളും ആടി ഉലയുന്നവരാകരുത്. ദൈവവചനത്തിൻ്റെ പ്രമാണത്തിന് അധിഷ്ഠിതമായി നിലനിൽക്കുവാൻ ഓരോ ഇടയനും ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമായ ഒന്നാണ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ആട്ടിൻകൂട്ടങ്ങളെ, നമ്മുടെ വിചാരണയിലുള്ളവരെ കാത്ത് പരിപാലിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമുക്കറിയാം, ഇസ്രായേൽ ജനതയുടെ ചരിത്രം നാം പഠിച്ചാൽ അവർ ചെല്ലുന്ന ഇടങ്ങളിലൊക്കെ പട്ടണങ്ങൾ പണിയുക അവർക്ക് ഒരു ത്രില്ലായിരുന്നു. അങ്ങനെ പട്ടണങ്ങൾ പണിയുക മാത്രമല്ല, ആ പട്ടണത്തിനൊരു കാവൽ മതിൽ അവർ കെട്ടിയുണ്ടാക്കും. ആ കാവൽ മതിലിന് മുകളിൽ അവർ കാഹളം പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു കാവൽ പടയാളികളെ ആക്കി വെക്കും. എന്തിനാണ് അവർ ഈ കാഹളം പിടിച്ചുകൊണ്ട് നിൽക്കുന്നത്? പട്ടണത്തിൻ്റെ ഗേറ്റ് ഒരെണ്ണമാണ്. ആ ഗേറ്റ് തുറന്ന് ആരെങ്കിലും പുറത്തു പോയാൽ ഇനി അവർ തിരികെ വരുന്നത് വരെ മനസ്സിന് വല്ലാത്ത വേദനകളാണ്.
ഇനി തിരികെ വരിക. അവർ വളരെ സുരക്ഷിതമായിട്ടാണ് അകത്ത് കയറിയതെങ്കിൽ അവർക്ക് യാതൊരുവിധമായ പ്രയാസങ്ങളുമില്ല. എന്നാൽ ഈ കാഹളം പിടിച്ചുകൊണ്ട് നിൽക്കുന്നവൻ്റെ ഡ്യൂട്ടി എന്താണ്? കോട്ടയ്ക്കകത്തുള്ള ജനതയെ ആക്രമിക്കാൻ അന്യരാജാക്കന്മാർ കടന്നു വരുന്നുവെങ്കിൽ ആ വരവിനെ മുൻകൂർ കണ്ടുകൊണ്ട് ജനത്തെ സുരക്ഷിതനാക്കുവാനുള്ള ഒരു ദൗത്യം ഈ കാഹളം പിടിച്ചു നിൽക്കുന്നവൻ്റെ കയ്യിലുണ്ട്. എളുപ്പത്തിൽ പറഞ്ഞവസാനിപ്പിക്കാം. ശത്രു വരുന്നത് കണ്ടിട്ടും കാഹളം ഊതാതെ ഇരുന്നാൽ അകത്തുള്ളവരുടെ രക്തത്തിന് പ്രതികാരമായി ഈ കാഹളം പിടിച്ചവൻ്റെ അടുക്കൽ വന്ന് ആ ഉടയവൻ ചോദിക്കും. ഇനി കാഹളം ഊതിയിട്ടും ആരും കോട്ടയ്ക്കകത്തേക്ക് കയറുന്നില്ല, ശത്രുവിനാൽ ആക്രമിക്കപ്പെട്ട് കൊല്ലപ്പെട്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം ഈ കാഹളം പിടിച്ചവനല്ല. പ്രിയരെ, നമ്മുടെ വിചാരണയിലുള്ള ആട്ടിൻകൂട്ടത്തെ നാം കാക്കുമ്പോൾ, നാം പരിപാലിക്കുമ്പോൾ ഒരു കാര്യം മറന്നു പോകരുത്. സുവിശേഷത്തിൻ്റെ പടകധ്വനി ഉയർത്തുവാൻ, സുവിശേഷത്തിൻ്റെ കാഹളം ഊതുവാൻ ദൈവം നമ്മെ ഏൽപ്പിച്ചിട്ടുണ്ട്. ശത്രുവിൻ്റെ കയ്യിൽ നിന്നും, മരണത്തിൻ്റെ കരാളഹസ്തങ്ങളിൽ നിന്നും ജനതയെ വിടുവിപ്പാൻ നമ്മുടെ മേലാണ് ദൈവം ഉത്തരവാദിത്വം തന്നത്. ആകയാൽ ഈ പ്രഭാതത്തിൽ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് തെറ്റായ ഉപദേശത്തിൽ നിന്നും പിശാചിൻ്റെ തന്ത്രങ്ങളിൽ നിന്നും നമ്മുടെ ജനത്തെ വിടുവിപ്പാൻ നമ്മളാൽ കഴിയുന്നിടത്തോളം ശ്രമിക്കാം. ഈ പ്രഭാതം ധന്യകരമാകട്ടെ. മുൻപ് ഞാൻ ഓർപ്പിച്ചതുപോലെ ദയവായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുവാൻ ഓർപ്പിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, വലിയ അനുഗ്രഹമാക്കി തീർക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു. ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ്റ്റർ ജോസ് സാമുവേൽ.